ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് മനാഫ്ക, അതുപോലെ സ്ഥാപന പ്രിൻസിപ്പൽ PC അബ്ദുറഹ്മാൻ സാർ, എഡ്യൂക്കേഷണൽ ചുമതലയുള്ള നമ്മുടെ ഡോക്ടർ അമീർ ഹസൻ സാർ, പ്രിയപ്പെട്ട മൻസൂർ സാർ, റസാഖ് ഉസ്താദ്, മറ്റ് നമ്മുടെ സ്ഥാപന സെക്രട്ടറി ഹുസൈൻ സാർ, മറ്റ് സ്ഥാപന ഭാരവാഹികൾ, പ്രിയ രക്ഷിതാക്കൾ, കുട്ടികൾ, വളരെയേറെ സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും കേട്ടും സന്തോഷിച്ചും നമ്മൾ ഇവിടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിൽ അധ്യക്ഷ പ്രസംഗത്തിൻ്റെ മുമ്പ് ചെറിയൊരു ക്ഷമാപണം കൂടി പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളോടും പേരൻസിനോടൊക്കെ നടത്തുകയാണ്. ഒരുപാട് സമയത്തെ, ഒരുപാട് ദിവസങ്ങൾ നമ്മൾ ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മാനേജ്മെൻറ്റ്, PTA കമ്മിറ്റി, നമ്മുടെ വിദ്യാർത്ഥികൾ, മാനേജ്മെൻറ്റ് എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഒരു എന്തെങ്കിലും ചെറിയൊരു ഫംഗ്ഷൻ നമ്മൾ എടുത്തുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു 1000 ആളെ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ എത്രത്തോളം ടാസ്ക് നമ്മൾ ആ വിഷയത്തിൽ എത്ര ദിവസങ്ങൾ ഉറക്കമഴിച്ച് ആ വിഷയം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. എത്ര തന്നെ നമ്മൾ അത് എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷൻ നടത്തി എല്ലാ കാര്യങ്ങളും ക്ലിയറാക്കി ചെയ്താൽ പോലും നിസ്സാര കാര്യങ്ങൾ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമാണ് വിട്ടുപോവുക എന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സാധിക്കാതെ വരിക എന്നുള്ളത്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഏകദേശം ഓടിയിട്ടുണ്ടാവും. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നത്തെ രാവിലെ തന്നെ വരുന്ന സമയത്ത് നല്ല വെൽക്കം ഡ്രിങ്ക് നമുക്കിവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ ഉച്ചയ്ക്ക് നമ്മൾ ഏകദേശം 1000-ഓളം ആളുകൾക്ക് നല്ല ഫുഡ്, ഇപ്പോൾ ഏറ്റവും ഫേവറായിട്ടുള്ള മന്തി തന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് 99.9% ആളുകളും വളരെ വൃത്തിയിൽ ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ഒരു പെർസെൻറ്റേജ് ആളുകൾക്ക് നമുക്ക് അത് വേണ്ട രീതിയിൽ ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, വൃത്തി ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പ്രയാസമല്ല, എന്നാലും ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇനി ഇതിലും ഗംഭീരമായിട്ട് ഇന്ന് നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസങ്ങളോ പാളിച്ചകളോ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗംഭീരമായിട്ട് വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത പരിപാടികൾ നമുക്കത് ഈ പിഴവ് നികത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണമെന്ന് വീണ്ടും രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം ചെറിയ ത്യാഗങ്ങളും വലിയ ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. അതിന് എത്രത്തോളം നമ്മുടെ അൽ-ഇർഷാദ് നമ്മളോട് സഹായിക്കുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വലിയൊരു പ്രോഗ്രാമിന്, ദിവസങ്ങളോളം അറേഞ്ച്മെൻറ്റിന്, വലിയ ആളുകൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഒരുക്കിയിട്ട് ഒരു വലിയൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ സാമ്പത്തികമായിട്ട് കൂടുതലൊന്നും നമ്മളോട് അനുവദിക്കാതെ അല്ലെങ്കിൽ ആവശ്യപ്പെടാതെ ഇതൊക്കെ ഇർഷാദ് സഹിച്ചുകൊണ്ട് നമ്മളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം നിലവിൽ കുട്ടികളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വളരുന്നുണ്ട്. ഇർഷാദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ഉന്നതിയിലെത്തിയ കുട്ടികൾ നിലവിൽ ഇർഷാദിൻ്റെ സംഭാവനയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI എന്ന ഈ ഒരു സംവിധാനം, ചാർട്ട് GPT ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള
ഒരുപാട് നൂതന സംവിധാനങ്ങളുമായിട്ടാണ് ഇന്നത്തെ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അതിജീവിച്ച് നമ്മളുടെ കുട്ടികൾ ഒരുപാട് വളർന്ന് ഉന്നതങ്ങളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തെളിവെന്നോണം ഒരുപാട് വിദ്യാർത്ഥികൾ പല സ്ഥലങ്ങളിൽ, പല രാഷ്ട്രങ്ങളിൽ ഇർഷാദിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ പല മേഖലയിലും ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിലേറെ സന്തോഷമാണ്. മറ്റൊരു പ്രത്യേകത ഇർഷാദിനുള്ളത് സമന്വയ വിദ്യാഭ്യാസം. അത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കിട്ടാത്ത മറ്റൊരു മുതൽക്കൂട്ടാണ്. അത് വളരെ ഗംഭീരമായിട്ട് ഇർഷാദിന് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ മാതാപിതാക്കളെ ഇല്ലാതാക്കി ടൈൽസ് ഇട്ട് മൂടിയ ഒരു കഥയൊക്കെ നമുക്കറിയാം. നമ്മളുടെ തൊട്ടടുത്ത് ഏതാനും കിലോമീറ്ററുകൾ പരിസരത്തിൽ സംഭവിച്ചാണ്. ആ കൊടും കൃത്യം ചെയ്ത കുട്ടി ഒരു MBA കാരനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. MBA പഠിച്ച ഒരു കുട്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ആ കുട്ടിക്ക് സ്വന്തം ഉപ്പാനെ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കളെ കൂടെപ്പിറപ്പിനെ അറിയാതെ പോയി? അത് ഇനി ഒരേ ഉത്തരം മാത്രമേ ഉള്ളൂ. സമന്വയ വിദ്യാഭ്യാസം, ഭൗതികത മാത്രം നമ്മൾ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, അവരുള്ള കടപ്പാടുകൾ മറന്നു പോകുന്ന ഒരു സാഹചര്യം വളർന്നു വരുന്നുണ്ട്. അതില്ലാതിരിക്കാനാണ് അൽ-ഇർഷാദ് വളരെ പ്രയാസപ്പെട്ട് കുട്ടികൾക്ക് രണ്ട് നിലയിലും ഒരുമിച്ച് ഉയരാനുള്ള മാർഗമാണ് അൽ-ഇർഷാദ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോട് കൂടി തന്നെ തുല്യ അളവിൽ മതവിദ്യാഭ്യാസവും മോറൽ ക്ലാസ്സും നൽകിക്കൊണ്ട് കുട്ടികളെ ഓരോരോ സ്റ്റെപ്പിലും, ഹയർ സെക്കൻഡറിയിലായാലും KG ക്ലാസ്സുകളിലായാലും അതുപോലെ പ്രൈമറി ക്ലാസ്സുകൾ, എല്ലാ ക്ലാസ്സിലും വേണ്ട രീതിയിൽ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വലിയ ലെവലിൽ ഭൗതിക ഇതിൻ്റെ പുറമെ കുറച്ചും കൂടി നല്ല രീതിയിൽ ആത്മീയത പഠിക്കേണ്ട ആളുകൾക്ക് അതിനും ഇർഷാദ് വളരെ നല്ല നിലക്കുള്ള ലേഡീസിനായാലും ബോയ്സിനായാലും നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ വലിയ ഒരു ഇർഷാദിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത തന്നെയാണ്. വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരുപാട് പഠിച്ച് സർട്ടിഫിക്കറ്റുകൾ വാങ്ങിക്കൂട്ടിയത് കൊണ്ട് വലിയ കാര്യമില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാ വിഷയത്തിനും നമുക്ക് വേണ്ടത് അതിൻ്റേതായ സ്കില്ലാണ്. ഏതൊരു വിഷയമാണെങ്കിലും അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള അറിവും കഴിവും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. ആ ഒരു ലെവലിൽ നമ്മൾ പഠിച്ചു വളരുമ്പോൾ ഒരുപാട് ഉന്നതങ്ങളിൽ നമുക്ക് എത്താൻ സാധിക്കും. ഒരു സർട്ടിഫിക്കറ്റും ഒരു ജോലിയും എടുക്കുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സർട്ടിഫിക്കറ്റോട് കൂടെ തന്നെ അതിനുള്ള ഒരു കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക. അതാണ് ഇത്തരം പരിപാടികളെ കൊണ്ട്, ഈ ആനുവൽ ഡേ, സാംസ്കാരിക ഇത്തരം പ്രോഗ്രാമുകളെ കൊണ്ട് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് നേടിയെടുക്കാനുള്ളത് അവരുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക. അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പുറത്തെത്തിക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള കായിക കലാ പരിപാടികൾ. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ, നമുക്കറിയാം, ഇർഷാദിൽ നിന്നും വളർന്ന ഒരുപാട് ഉയരങ്ങളിലെത്തിയ കുട്ടികളൊക്കെ ഇത്തരത്തിലുള്ള വലിയ വലിയ പരിപാടികളിൽ പങ്കെടുത്ത് വളർന്ന് വലുതായവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇർഷാദിൻ്റെ ദഴവ കോളേജിലെ കുട്ടികൾ അതിഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ലെവൽ ഒരു സാഹിത്യോത്സവമൊക്കെ ഒരു കലാലയ പരിപാടികളൊക്കെ നടക്കുന്നതിൻ്റെ അതിലും ഗംഭീരമായിട്ടുള്ള നല്ല പ്രോഗ്രാമുകൾ കുട്ടികളിവിടെ സംഘടിപ്പിച്ചു. അതിൽ നിന്നും വരുന്ന അവരുടെ വലിയ വലിയ കലകളും പ്രസംഗങ്ങളും എഴുത്തുകളും വളരെ നല്ല നല്ല നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളായി പോയിട്ടുണ്ട്. അതൊക്കെ ഈ ഇർഷാദിൻ്റെ ഗുണങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രിയ രക്ഷിതാക്കൾ എല്ലാവരും നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നു.